If you're ready for the game, if you're ready to win, Sammana Mara, let the games begin. Namaskaram, namaskaram, namaskaram. Hey! Naalekku swagatham, aatam paatam parihasam, vividha vesham maalaadam, Sammana Mara. Sammana Mara. Today, tagatay to. വെൽക്കം എല്ലാവർക്കും ജോസ് ആലുക്കാസ് സമ്മാന മഴയിലേക്ക് സ്വാഗതം. ഇന്ന് വരുന്ന രണ്ട് ടീമുകൾ, ആദ്യത്തെ ടീം ചാണക്യ. അടുത്ത ടീം ത്രിമധുരം. ചാണക്യ ടീം ത്രിമധുരം. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും കുഞ്ഞു കുട്ടികൾ. മറ്റേത് വലിയത് ചെറുത് അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇത്രയും കുഞ്ഞു കുട്ടികളുടെ ഒരു ടീം ഞാൻ വിചാരിച്ചു ആദ്യമായിട്ടാണോ വരുന്നതെന്നുള്ളത്. എന്തായാലും നിങ്ങളുടെ ഭയങ്കര ഓഡീഷൻ ഇതൊക്കെ കണ്ടു, ടേപ്സ് ഒക്കെ കണ്ടു, ഭയങ്കര നല്ല പെർഫോമൻസ് ഒക്കെ ആയിരുന്നു. ഇന്നിവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നോക്കേണ്ടത്. നോക്കാം അല്ലേ? പക്ഷേ നമ്മുടെ ഓഡിയൻസിനും വ്യൂവേഴ്സിനും നിങ്ങളെപ്പറ്റി അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. നിങ്ങൾ എവിടുന്ന് വരുന്നു, എന്താണ് എന്നൊക്കെ ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെട്ടാലോ? അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ ഒരു ചെറിയ ഏജ്. എൻ്റെ പേര് ഷെറിൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് പാർവതി. ഞാൻ ഗുരുവായൂരിലെ അരികഞ്ഞിയൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് മിഷ ജമാൽ. ഞാൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് തൃപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യം ഫസ്റ്റ് ഓഡീഷനിലെ സമ്മാനമഴ വന്നപ്പോൾ തൃശ്ശൂരിലായിരുന്നു ഓഡീഷൻ. എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എനിക്ക് സെലക്ഷൻ കിട്ടുന്നത്. പക്ഷെ എന്തോ എനിക്ക് സെലക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ സെക്കൻഡ് ഓഡീഷനിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അവിടേക്ക് ചെന്നപ്പോൾ ആകെ ടെൻഷനായിരുന്നു. അവിടെ ആകെ വലിയ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് അതിന് കിട്ടിയപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമായി. എൻ്റെ ഓഡീഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഓഡീഷൻ തൃശ്ശൂരായിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് കിട്ടുമെന്ന്. പക്ഷേ എനിക്ക് അവിടെ നിന്ന് കിട്ടി. സെക്കൻഡ് ഓഡീഷന് ഞാൻ എറണാകുളത്താണ് പോയത്. അവിടെ നിന്ന് ഒരിക്കലും എനിക്ക് തീരെ ഒട്ടും പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ എന്തോ ഒരു ദൈവതേനെ കൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഓഡീഷൻസ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല സെലക്ഷൻ കിട്ടുന്നത്. പക്ഷെ സെലക്ഷൻ കിട്ടിയപ്പോൾ ഭയങ്കര ഹാപ്പിയായി. പിന്നെ സെക്കൻഡ് ഓഡീഷൻ ചെന്നപ്പോൾ കുട്ടികളുടെ ഡാൻസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒട്ടും കിട്ടില്ല എനിക്ക്. പക്ഷേ സെലക്ഷൻ കിട്ടിയപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷമായി. ഈ സമ്മാനമഴ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാ കഴിവും നമുക്ക് ഈ സ്റ്റേജിലൂടെ ചെയ്യാം. ഈ സമ്മാനമഴ എന്ന പ്രോഗ്രാമിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ ഇത് വളരെ വ്യത്യസ്തമായ പ്രോഗ്രാമാണ്. കാരണം ഒരു ടാലൻറ്റ് മാത്രമല്ല ഇവിടെ ചെയ്യാൻ പറ്റുക, നമുക്ക് ഉള്ള ടാലൻറ്റ് മൊത്തം ഇവിടെ കാഴ്ചവെക്കാൻ പറ്റും. സമ്മാനമഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ടാലൻറ്റിന് മാത്രം പ്രാധാന്യം കൊടുത്തുള്ള ഷോയല്ല, എല്ലാ ടാലൻറ്റിനും ഈക്വൽ പ്രാധാന്യം കൊടുത്തുള്ള ഷോയാണ്.
ഇത് വളരെയധികം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള പ്രതീക്ഷയുണ്ട്. നിങ്ങളുടെ ടീം നന്നായി വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനു വേണ്ടി. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ടീം ത്രിമധുരം ഇവരുടെ ഓഡിയോ വിഷ്വൽ പോലെ നിങ്ങളുടെ ഒരു ഓഡിയോ വിഷ്വലും ഉണ്ട്. നമ്മുടെ വ്യൂവേഴ്സിനെ കാണിക്കാം. ഓക്കെ. എൻ്റെ പേര് കാവ്യ, ഞാൻ കാലിക്കറ്റ് നിന്ന് വരുന്നു. എൻ്റെ പേര് തീർത്ഥ, ഞാൻ 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എൻ്റെ പേര് കർണിക, ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു. എനിക്ക് ഡാൻസിങ്ങും ആക്ടിങ്ങും ഇഷ്ടമാണ്. ഇവിടെ ചെയ്യാൻ പോകുന്നത് ആക്ടിംഗ് ആണ്, ഡാൻസും ചെയ്യുന്നുണ്ട്. പിന്നെ ഓഡിഷൻ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ഫസ്റ്റ് ഓഡിഷൻ കോഴിക്കോട് നിന്നായിരുന്നു. സെക്കൻഡ് ഓഡിഷനിൽ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സെലക്ഷൻ കിട്ടി. അപ്പോൾ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. എൻ്റെ ടാലൻ്റ് എന്ന് പറയുമ്പം ഡാൻസിങ്ങും ആക്ടിങ്ങും ആണ്. ഫസ്റ്റ് ഓഡീഷൻ കാലിക്കറ്റിൽ വെച്ചിട്ടായിരുന്നു. ഒരു എൻ്റർടൈൻമെൻറ്റ് ബേസിലായിരുന്നു ആദ്യം ഞാൻ ഓഡീഷന് വന്നത്. പക്ഷേ സെലക്ഷൻ കിട്ടി, ഭയങ്കര സന്തോഷമുണ്ട്. ഡാൻസിങ്ങും ആക്ടിങ്ങും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ 4 വർഷമായി സോങ് പഠിക്കുന്നു. 7 വർഷമായി ഞാൻ ക്ലാസിക്കൽ ഡാൻസും പഠിക്കുന്നു. എൻ്റെ പാരൻസ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി. എന്നെ ഈ സമ്മാനമഴ എന്ന പ്രോഗ്രാമിന് വേണ്ടി സോങ് പഠിപ്പിച്ചു തന്നത് എൻ്റെ ജിഷമാമിയാണ്. കാലിക്കറ്റിൽ വെച്ചായിരുന്നു എൻ്റെ ഫസ്റ്റ് ഓഡിയേഷൻ. സെക്കൻഡ് ഓഡിയേഷൻ കൊച്ചിയിൽ നിന്നായിരുന്നു. കുറേ കുട്ടികളെ കണ്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ടായിരുന്നു. പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമായി. ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. നമ്മുടെ എല്ലാ കഴിവും പ്രേക്ഷകർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റും. സമ്മാനമഴ ടാലൻറ്റ് പ്ലസ് ഒരു ഗെയിം ഷോ ആണ്. അപ്പം എനിക്ക് വളരെ സന്തോഷം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ എനിക്ക് ഗെയിമും ഇഷ്ടമാണ്. പിന്നെ എൻ്റെ ആക്ടിങ്ങും ഡാൻസും പെർഫോം ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൻ്റെ സന്തോഷം. ഈ സമ്മാനമഴ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം വ്യത്യസ്തമായൊരു പരിപാടിയാണ്. എൻ്റെ എല്ലാ കഴിവും ഇതിൽ നമുക്ക് പ്രദർശിപ്പിക്കാൻ കഴിയും. അപ്പോൾ എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ കൂടെയുള്ള 2 കുട്ടികളും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. Now we all 3 are serious about this program and we will rock the stage. Hi. ഞങ്ങൾ ത്രിമധുരം. നമ്മൾ 3 സ്വീറ്റ്സ് ആണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ റോക്കിംഗ് പെർഫോമൻസ് കാണണം. ടീം ത്രിമധുരം, ചാണക്യ ഇനി ഗെയിമിലേക്ക് പോവുകയാണ്. പക്ഷേ നിങ്ങൾക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയോ? No? Yes? No? Yes? Yes? No? What is it? No? Okay. പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് ഒന്നും കൂടി നമ്മളൊന്ന് റിമൈൻഡ് ചെയ്യാം അല്ലേ? സോ അതിനു വേണ്ടിയിട്ട് ജോസ് ആലുക്കാസ് സമ്മാനമഴ ഗെയിമിന്റെ ഒരു ചെറിയ എവി. സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാനായി 3 അംഗങ്ങളുള്ള 2 ടീമുകൾ യുദ്ധക്കളത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഓരോ ടീമും എന്താണ് ചെയ്യേണ്ടതെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ള 1 മുതൽ 30 വരെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുള്ള ബോക്സുകൾ, അതായത് പാട്ട്, നൃത്തം, അഭിനയം, മിമിക്രി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രത്യേക കഴിവുകൾ നിങ്ങളെ ഭാഗ്യശാലിയാക്കാം. ഒപ്പം എല്ലാ എപ്പിസോഡിലും സ്വർണം, പണം അല്ലെങ്കിൽ സമ്മാനങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കുന്നു. ഓരോ റൗണ്ട് കഴിയുമ്പോഴും വിജയിച്ച ടീമിന് ലഭിക്കുന്ന സമ്മാനങ്ങളുടെ വില വർദ്ധിച്ചു വരുന്നു. ഓരോ ടീമിനും അവരുടെ പ്രകടനത്തിന് ശേഷം മിസ്റ്റർ വോയിസ് എന്നറിയപ്പെടുന്ന ഒരു അദൃശ്യ രൂപം പോയിന്റുകൾ നൽകുന്നതാണ്. അവസാനം വരെ പൊരുതുന്ന ടീം ഉന്നത വിജയം കൈവരിക്കുന്നു. മറ്റു ടീമുകൾക്ക് ലഭിച്ച സമ്മാനങ്ങൾ പെരുമഴയിൽ ഒലിച്ചു പോകുന്നു. ഇനി നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. പക്ഷെ ഗെയിമിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങളിൽ ആരാണ് ആദ്യം ഗെയിം സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത് ഡിസൈഡ് ചെയ്യണം. നമുക്ക് ഓഡിയൻസിന്റെ അടുത്ത് ചോദിച്ചാലോ, അവര് ആരെയാണ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ കണ്ടുവച്ചിരിക്കുന്നത്? ഓഡിയൻസ്, ചാണക്യ വേണോ സ്റ്റാർട്ട് ചെയ്യാൻ അതോ ത്രിമധുരം വേണോ സ്റ്റാർട്ട് ചെയ്യാൻ? ഷുവർ? ഓക്കെ, ചാണക്യ നിങ്ങൾക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഓഡിയൻസ് പറഞ്ഞിരിക്കുന്നത്.
റെഡിയാണോ? അവർക്ക് ചാൻസ് പോയിട്ടുണ്ട്, സാരമില്ല അല്ലേ? ഓക്കെ, ജോസ് ആലുക്കാസ് സമ്മാനമഴ ബോർഡിലേക്ക് പോകാം. ചാണക്യ, ഏത് നമ്പറാണ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്? നമ്പർ 7. പലപ്പോഴും ആളുകൾക്ക് ഈ ഗെയിമിന്റെ ഇടയിലൊക്കെ ഈ തംസ് ഡൗൺ കിട്ടാറുള്ളൂ. ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു ടീമിന് തംസ് ഡൗണിലൂടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത നമ്പറിലേക്ക് പോവാം. നമ്പർ 6. വിശാൽ, ഏത് പാട്ടാണ്? ഞാൻ ഗന്ധർവൻ എന്ന സിനിമയിലെ ദേവി. സംശയത്തിലാണോ? പാടണോ വേണ്ടയോ എന്നൊക്കെ? പാടാം. പിന്നെ ഇവിടെ വന്നത് ആരുടെങ്കിലും നിർബന്ധത്തിലാണോ? പിന്നെ ഒരു സന്തോഷം ഇല്ലല്ലോ? സംശയമില്ല. ഓ, ഞാൻ വിചാരിച്ചു സന്തോഷം ഇല്ല എന്ന് പറയുക. വിശാൽ, അപ്പം ഓൾ ദി ബെസ്റ്റ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നന്നായി പാടുന്നു, എത്ര സ്റ്റാർ നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളത്. ഓക്കെ, പെർഫോമൻസോട് കൂടിയാണ്. നന്നായി പാടി, നന്നായി തന്നെ തുടങ്ങി. നമുക്ക് മിസ്റ്റർ വോയിസിനോട് ചോദിക്കാം പുള്ളി എന്ത് വിചാരിക്കുന്നു എന്നുള്ളത്. മിസ്റ്റർ വോയിസ്, നന്നായി പാടിയോ മിഷാൽ? മോനെ നന്നായിട്ട് തന്നെ പാടി. നല്ലൊരു ശബ്ദമാണ് മോനെ ലഭിച്ചിരിക്കുന്നത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്ര മനോഹരമായി പാടിയ മോന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മോന്റെ ജീവിതത്തിൽ വളരെ വലിയ ഒരു ഉയർച്ചയിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ നൽകുന്നു 7 സ്റ്റാർസ്. നല്ല സ്കോറാണ്. ഇനിയും ശ്രമിക്കുക, കാരണം ഇനിയുണ്ട് പെർഫോമൻസുകൾ അല്ലേ? സമ്മാനമഴ നേടണ്ടേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. സോ അടുത്ത പെർഫോമൻസ് റൗണ്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് വിൽ ഗോ ഫോർ എ ഷോർട്ട് കമേഴ്ഷ്യൽ. ഭദ്രവട്ടകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ല
വല്യച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി കളി തുടങ്ങി അങ്ങനെ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു ജോസ് ആലുക്കാസ് സമ്മാനമഴ. തുമ്പി കല്യാണത്തിന് വന്നെത്തിയ തുമ്പികളിൽ തുമ്പക്കൊടി അഴകുള്ളിവളാരോ. എന്നെ സ്നേഹിക്കുന്ന ഞാൻ സ്നേഹിക്കുന്ന ഒരാള് അവൻ രാവണനാ. അവൻ ആ സീതയെ അടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് ഇവൾക്കൊരുവൻ കിഴക്കുതിച്ചേ ഇന്ന് താലിപ്പീലി പൊന്നും കെട്ടി മുത്തഴക് മണിച്ചെറുക്ക. ഞങ്ങൾ തമ്മിലുള്ള പ്രേമം ഞാൻ തന്നെ ഇത് രാമൻകുട്ടിയോട് പറയണമെന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു. കരിമുകിലിൻ ജനലഴിയിൽ ഈ കൺമണിയെ നോക്കരുത്. എങ്ങോട്ടാ വിക്രമാദിത്യന് വേതാളം കൂടെ? മനുഷ്യായുസിന്റെ മുഴുവൻ കോൺട്രാക്ട് ഏറ്റെടുക്കും ഈ കല്യാണമാണ്. കടൽ കടഞ്ഞെടുത്ത രാഗമുത്ത് പോലെ നാളെ രാവിലെ 9:30 മലയാളികൾ എന്നും കാണാൻ കൊതിക്കുന്ന ദിലീപ്, നവ്യ നായർ തുടങ്ങിയവർ ജോഡികളായി എത്തിയ ജോളി സിൽക്സ് സൺഡേ മോർണിംഗ് ബ്ലോക്ക് ബസ്റ്റർ മൂവി കല്യാണരാമൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോളി സിൽക്സ്, ദി ന്യൂ ഫാഷൻ ഡെസ്റ്റിനേഷൻ. SpiceTech now connects Trivandrum to Calicut, Hyderabad, Mumbai and Nanded at great fares. For more information, log on to spicetech.com. There's a diamond for every woman. Jose Alucas. വെൽക്കം ബാക്ക് ടു ജോസ് ആലുക്കാസ് സമ്മാനമഴ. കമേഴ്ഷ്യൽസ് എല്ലാം കണ്ടല്ലോ. ഇനി നമുക്ക് പെർഫോമൻസുകളിലേക്ക് കടക്കാം. ഇനി ത്രിമധുരം കുട്ടികൾ ഏത് നമ്പറാണ് സെലക്ട് ചെയ്യാൻ പോകുന്നത്? 21. മൈ ഗോഡ്, ഇത്ര ഹാപ്പിനെസ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഐക്കൺ വരുമ്പോ ഞാൻ അറിഞ്ഞില്ല. ഡാൻസ് ഐക്കണ് ഡാൻസ് തന്നെ. ഓ, ആക്ടിങ് ഐക്കൺ വരുമ്പോ നിങ്ങൾ അഭിനയിച്ചും കാണിക്കല്ലേ? ഇത് ഡാൻസ് ഐക്കൺ ആണ്. ആരാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്? കാവ്യ. ഏത് ഡാൻസ് ആണ്? ഫാസ്റ്റ് നമ്പർ, സ്ലോ നമ്പർ? സെമി ക്ലാസിക്കൽ ആണ്. ഓക്കെ, ഏതെങ്കിലും പെർട്ടിക്കുലർ സോങ്? ഓക്കെ, പഴയ സോങ് ആണ്. ഓക്കെ, സോ ബെസ്റ്റ് വിഷസ്. ഓക്കെ, ടീം ത്രിമധുരത്തിന്റെ ആദ്യത്തെ പെർഫോമൻസ് അവർക്ക് കിട്ടിയത് ഡാൻസ് ഐക്കൺ ആണ്. ഡാൻസുമായി വരുന്നത് കാവ്യ. ധുംന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധുംന ചിലങ്കേ നിന്റെ താളം രാസലാസ്യ താളം ധുംന ചിലങ്കേ നിന്റെ താളം. ചന്ദ്രതീർത്ഥങ്ങളിൽ എൻ വികാരം വളർത്തും മണിനാഥ
ಗಾನಮಾಡು ಆಯಿರಂ ನಖಗಳ ಕೊಚ್ಚಿಳರ್ಸೋದು ಧುಮ್ತನ ನನ ಧುಮ್ನ ಧುಮ್ನ ತನ ಧುಮ್ತನ ನನ ಧುಮ್ನ ಧುಮ್ನ ತನ ಧುಮ್ತನ ನನ ಧುಮ್ನ ಧುಮ್ನ ಚಿಲಂಗೆ നിന്റെ നിന്റെ താളം. കാവ്യ, ഇത് ഏത് ചിത്രത്തിൽ നിന്നാണ്? തോമസ് ലീഹ എന്ന് പറഞ്ഞ പിക്ചറിലുള്ളതാണ്. ഓക്കെ, ഇത് ആര് പഠിപ്പിച്ചു? വിനീത് മാസ്റ്റർ ഫ്രം കാലിക്കറ്റ്. ഓക്കെ, വിനീത് മാസ്റ്റർ ഫ്രം കാലിക്കറ്റ്. വിനീത് മാസ്റ്ററിന് ഒത്തിരി താങ്ക്സ് പറയാനുണ്ട്. കുറച്ച് ദിവസം കൊണ്ട് പഠിച്ചതാണിത്. പിന്നെ കോസ്റ്റ്യൂം സജസ്റ്റ് ചെയ്തത് സാറായിരുന്നു. പിന്നെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്തതും ഓർണമെന്റ്സ് ഡിസൈൻ ചെയ്തതും കോസ്റ്റ്യൂം തയ്ച്ചതും എൻ്റെ അമ്മയാണ്. ഓ, എവിടെ അമ്മ? ഇത് അമ്മ. ഗുഡ് ജോബ് മാം. പിന്നെ കളിക്കുന്ന സമയത്ത് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയെന്ന് തോന്നുന്നു. എനിക്ക് എൻ്റെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലാന്ന് തോന്നുന്നു. എനിക്ക് ആണെന്ന് തോന്നുന്നു. ശരി, സാരമില്ല, നമുക്ക് ചോദിക്കാം മിസ്റ്റർ വോയ്സിനോട് അദ്ദേഹം എന്ത് വിചാരിക്കുന്നു. മിസ്റ്റർ വോയ്സ്. കാവ്യ, ആ കോസ്റ്റ്യൂമിന് ആദ്യമേ എൻ്റെ കയ്യടി. നല്ല കോസ്റ്റ്യൂം സെലക്ഷൻ. ഒരു എന്താ പറയുക, ഒരു അപ്സരസ് ഭൂമിയിലെത്തിയ ആ ഒരു ഫീലിംഗ് നന്നായിരിക്കുന്നു. ഇപ്പോൾ മോൾക്ക് മനസ്സിലായതുപോലെ തന്നെ കുറേ അധികം പ്രശ്നങ്ങളുണ്ടായിരുന്നു പെർഫോമൻസിൽ. അപ്പോൾ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് അടുത്ത പ്രാവശ്യം വീണ്ടും എത്തുക. ഞാൻ നൽകുന്നു 7 stars. മിസ്റ്റർ വോയ്സ് പറഞ്ഞ പോലെ വിഷമിക്കേണ്ട. ഇനിയും എല്ലാ മിസ്റ്റേക്കുകളും മാറ്റി നല്ല പെർഫോമൻസുമായി വരിക. ഐ മീൻ, ഇത് മോശമായി എന്നുള്ളതല്ല, പെർഫോമൻസുമായിട്ട് വരിക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ചാണക്യ, 5 പെർഫോമൻസ് നമുക്ക് കിട്ടണം. അപ്പൊ അതുവരെ സെലക്ട് ചെയ്യണം. ഏത് നമ്പറാണ് സെലക്ട് ചെയ്യുക? നമ്പർ എന്താണ് ഐക്കൺ? പാർവതി, ഗിഫ്റ്റ് ഐക്കൺ. ആ ഗിഫ്റ്റ് ഐക്കൺ ഒരു പ്രാവശ്യം കിട്ടുമ്പോൾ എന്തോ കിട്ടും? 5,000 rupees worth gift voucher കിട്ടും. That is nice അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം. ഏതാണ് നമ്പർ? 29. ജോക്കർ ഐക്കൺ ഒരു തുറുപ്പ് ചീട്ടാണ്. ജോക്കർ ഐക്കൺ ഉപയോഗിച്ച് എതിർ ടീമിന്റെ പ്രകടനത്തെ വെല്ലുവിളിച്ച് മത്സരിക്കാം. ആ മത്സരത്തിൽ എതിർ ടീമിനേക്കാൾ നന്നായി മത്സരിച്ചാൽ പോയിന്റുകൾ ലഭിക്കും. പക്ഷേ പ്രകടനം മോശമായാൽ പോയിന്റുകളൊന്നും ലഭിക്കില്ല. കൂടാതെ എതിർ ടീമിന് ലഭിച്ച പോയിന്റ് വെല്ലുവിളിച്ച ടീമിന് കുറയുകയും ചെയ്യും. ജോക്കറാണോ? അപ്പൊ അത് വെച്ചിട്ട് എന്താ ചെയ്യാ? ചാലഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. ചാലഞ്ച് ചെയ്യുമ്പോൾ റിസ്ക് ഉണ്ട്. നിങ്ങൾ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ എതിരാളികളെക്കാൾ നന്നായി പെർഫോം ചെയ്തില്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സ്റ്റാർസ് നിങ്ങളുടെ ഉള്ള സ്റ്റാറിൽ നിന്ന് പോകും. ഇപ്പൊ 8 സ്റ്റാർ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 8 സ്റ്റാർ നിങ്ങളുടെ അടുത്ത് നിന്ന് പോകും. അതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ റിസ്ക് ഉണ്ട്. ചാലഞ്ച് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. അപ്പൊ ചാലഞ്ച് ആണോ ചേഞ്ച് ആണോ ചെയ്യുന്നത്? സേഫായി വെക്കുകയാണ്, പിന്നത്തേക്ക് വേണ്ടി വെക്കുകയാണ്. ശരി, സ്മാർട്ട് കിഡ്സ്. ഓക്കെ, അടുത്ത നമ്പറിലേക്ക് പോവാം. 24. Oh my God, ഈ തംസ് ഡൗൺ എനിക്ക് തോന്നുന്നു ടീം ചാണക്യയുടെ പിന്നാലെ തന്നെയാണെന്ന് തോന്നുന്നു. സംതിങ് നമ്മുടെ ഈ ടീമിന് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. നിങ്ങൾ കുറച്ചൊരു എനർജി കുറവുണ്ടോ? അതാന്ന് തോന്നുന്നു. കുറച്ച് എല്ലാ നെഗറ്റീവ് എനർജിയും കൂടി ഇങ്ങനെ വരുന്നുണ്ടോ? നമുക്ക് അതിനെയൊക്കെ ഓടിച്ചുവിടണ്ടേ? എങ്ങനെ? Come on, ചാടി നിൽക്കൂ. അടുത്ത നമ്പറിലേക്ക് പോവാം. നമ്പർ 20. ഓപ്പണന്റ് ചോയ്സ് ഐക്കൺ ലഭിച്ച ടീമിന് എതിർ ടീം നിർദ്ദേശിക്കുന്ന പ്രകടനം കാഴ്ചവെക്കണം. ഐക്കൺ എന്താണെന്നറിയാലോ? ഓപ്പണന്റ് ചോയ്സ് ആണ്. നമുക്ക് ചോദിക്കാം, എന്താണ് ത്രിമധുരം ടീം ഇവർക്ക് കൊടുക്കാൻ പോകുന്ന ടാസ്ക്? ആക്ടിങ് ഓക്കെ ആണോ അതോ മാറ്റണോ? വേണ്ട.
ആക്ടിങ് ഓക്കെ ആണ്. ആരാണ് ആക്ട് ചെയ്യാൻ പോകുന്നത്? പാർവതി. പാർവതി, നിങ്ങൾ ഒരുമിച്ച് എന്താ ചെയ്യാത്തത്? ഒരുമിച്ച് ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടില്ല. അതെന്താണ് കിട്ടാത്തത്? അടുത്തല്ല വീടുകളൊന്നും. പിന്നെ എവിടെയാ? നമ്മുടെ വീട് ഗുരുവായൂർ തൃപ്രയാറിൽ നിന്നായിരുന്നു. അപ്പൊ ഒത്തിരി ദൂരണ്ട്. ഫോണിൽ കൂടി പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലേ? പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഐ ഹാവ് ടു ടെൽ യു വൺ തിങ്. ഇപ്പൊ നമ്മുടെ ഈ ഗെയിം വളരെ ഈസി ആയിട്ടും അങ്ങനെയൊക്കെ പോവാണ്. പോകെ പോകെ നമുക്ക്, കാരണം ദ ബെസ്റ്റ് പെർഫോമേഴ്സ് ആണ് പിന്നെ പിന്നെ വരുക. നമ്മുടെ ഏറ്റവും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചില്ലെങ്കിൽ പണിയാകും. ടീം ചാണക്യയ്ക്ക് ലഭിച്ചു ഒപ്പോണന്റ് ചോയ്സ്. അവരുടെ ഒപ്പോണൻസ് കൊടുത്ത ടാസ്ക് ആക്ടിംഗ്. ആക്ടിംഗുമായി വരുന്നു പാർവതി. അമ്മേ, അമ്മേ നോക്കൂ, ആ ബലൂണ് നല്ല രസല്ലേ? അമ്മ, അങ്ങനത്തെ ഒരെണ്ണം എനിക്ക് അടിച്ചോ? ഒരെണ്ണം മതി. അടിച്ചോ? വരൂ ചേട്ടാ. ആ ബലൂൺ എത്രയാ? അപ്പുറത്ത് കിടന്ന് 5. അമ്മ 5 രൂപയുള്ളൂ. മേടിച്ചോ? തരോ? ഞാൻ കൊടുത്തോളാം. അയ്യോ അമ്മേ, ഇത് പൊന്തണോ? അയ്യോ നല്ല രസമുണ്ട് ട്ടാ. അയ്യോ നിക്കണില്ല. അമ്മ നല്ല രസമുണ്ട്. അമ്മേ, അതിന്റെ ഫ്രണ്ട് ശില്പിയല്ലേ? ആ ലൈറ്റിന്റെ അപ്പുറത്ത് കിടത്. ഈ അമ്മയ്ക്കാണെങ്കിൽ രാത്രി കണ്ണും കാണില്ല. ശില്പ, അയ്യോ അയ്യോ പോയി, ബലൂണ് പോയി. അമ്മ, ബലൂണ് പോയി. നീ എന്താ ചെയ്യാ? അയ്യേ അമ്മേ, ഞാന് ആനയുടെ അപ്പി ചവിട്ടി. അയ്യേ, മണ്ണെടുക്കണോ അമ്മ? എനിക്ക് മണ്ണ ഇഷ്ടല്ല. അയ്യേ അമ്മ, അമ്മ അത് പോണ്ട. എനിക്ക് പടക്കം പേടിയാ. അമ്മ അത് പോണ്ട, ഇനി പടക്കം പേടിയാ. അയ്യോ അമ്മേ, നീല കളറ്. അയ്യോ അയ്യോ, വേറെ വേറെ കളറ്. അയ്യോ പച്ച കളറ്. അയ്യോ അമ്മേ, എനിക്ക് പടക്കം പേടിയാ. അയ്യോ അമ്മേ, ഇങ്ങോട്ട് വരൂ. അയ്യോ അയ്യോ, എനിക്ക് പേടിയമ്മേ. അമ്മേ ഇങ്ങോട്ട് വരൂ. അമ്മ, എനിക്ക് പടക്കം പേടിയാ. അമ്മ ഇങ്ങോട്ട് വരൂ. അമ്മ വേണ്ട, അമ്മ ഇങ്ങോട്ട് വരൂ. പാർവതിയുടെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ? പാർവതി നല്ലൊരു വികൃതി കുട്ടിയാണെന്ന് തോന്നിയല്ലോ. ഇത് കണ്ടപ്പോ ഭയങ്കര വാശിയൊക്കെ ഉള്ള, എപ്പോഴും അമ്മയായിട്ട് വഴക്കിടുന്ന ഒരു കുട്ടിയാണോ? എനിക്കത് വേണം, ഇതുപോലെയൊക്കെ ചെയ്യാറുണ്ടോ വീട്ടില്? സത്യം പറയലുണ്ട്. അപ്പൊ അതുകൊണ്ട് അഭിനയിക്കേണ്ടി വന്നില്ല അല്ലേ അധികം? ശരി, അപ്പൊ നമുക്ക് പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് മിസ്റ്റർ വോയിസിന്റെ അടുത്ത് ചോദിക്കാം. മിസ്റ്റർ വോയിസ്. പാർവതി, ക്യൂട്ട് പെർഫോമൻസ്. താങ്ക് യു. വളരെ നന്നായിരുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാൽ പറയുക. ആദ്യം അമ്മ ഏത് സൈഡിലാ നിന്നേ? ഇവിടെ തുടക്കത്തിലാ? അല്ല, മോളുടെ റൈറ്റ് സൈഡിലാണ്. ഓക്കെ, അമ്മ എപ്പോഴാണ് ലെഫ്റ്റ് സൈഡിലേക്ക് മാറിയത്? അത് നടന്ന് അവളെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോ അത് നടന്നിട്ട് അവളെ എത്തിയതാണ്. ഓക്കെ, അമ്മ നടന്നല്ലേ ഇപ്പുറത്തോട്ട് മാറുള്ളൂ? ജമ്പ് ചെയ്യല്ലോ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തോട്ട്? ലാസ്റ്റ് പോർഷൻ വരെ അമ്മ മോളുടെ റൈറ്റ് സൈഡിൽ നിന്നിട്ട് പെട്ടെന്നാണ് മോളുടെ ലുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നത്. അപ്പോൾ അത് മനസ്സിലാകാതെ വരും ഓഡിയൻസിന്. അപ്പോൾ ശ്രദ്ധിക്കുക, ചെറിയൊരു പോരായ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മോൾക്ക് ഞാൻ നൽകുകയാണ് 7 stars. ഇനി നമുക്ക് അടുത്ത പെർഫോമൻസിൽ ഇതുപോലെ ജമ്പ് ചെയ്യാത്ത അമ്മയെ കൊണ്ടുവരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. കുറച്ച് പെർഫോമൻസുകൾ കണ്ടു, ഇനിയും കുറച്ച് പെർഫോമൻസുകൾ ഉണ്ട്. പക്ഷെ അതിനു മുമ്പ് നമുക്ക് കുറച്ച് കമേഴ്ഷ്യൽസ് കണ്ടു. പക്ഷെ നിങ്ങൾക്കറിയോ, ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട. ജോസ് ആലൂക്കാസ് സമ്മാനമഴ. നിങ്ങൾ
உங்களுடைய சூர்யா டிவி. நாங்கள் 2 பேரும் பயங்கர எதிரிங்க எல்லாம் நினச்சிட்டு இருக்காங்க. உண்மை என்னன்னா நாங்கள் எதிரிங்க தான். സ്വപ്നഭൂമിയായ ദുബായിയുടെ മണ്ണിൽ താരങ്ങൾ പെയ്തിറങ്ങിയ സർഗസന്ധ്യ. A very positive person getting it for a negative role. Meera Pure Coconut Oil South Indian International Movie Awards 2ാം ഭാഗം നാളെ വൈകിട്ട് 5 മണിക്ക് സൂര്യ ടിവിയിൽ. മീര കോക്കനട്ട് ഓയിൽ സൈമ അവാർഡ്സ് 2012 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മീര കോക്കനട്ട് ഓയിൽ നീളമുള്ളതും തിങ്ങിയതുമായ മുടി എന്നേക്കും. പ്രസന്റഡ് ബൈ ഇന്ത്യക 10 മിനിറ്റ്സ് ഹെർബൽ ഹെയർ കളർ. വെരി ഫാസ്റ്റ്, വെരി വെരി സേഫ്. കാഡ്ബറി ഡയറി മിൽക്ക് ശുഭാരംഭം അല്പം മധുരമുണ്ടാകട്ടെ. ഇൻ അസോസിയേഷൻ വിത്ത് കല്യാൺ ജുവലേഴ്സ്. വിശ്വാസം അതല്ലേ എല്ലാം. കേരള സ്റ്റേറ്റ് ലോട്ടറി തിരുവോണം ബമ്പർ 1ാം സമ്മാനം 5 കോടിയും 1 കിലോ തങ്കവും. ബട്ടർഫ്ലൈ ഐശ്വര്യ പൊന്നോണം ഡിസയർ മിക്സർ ഗ്രൈൻഡർ എക്സ്ചേഞ്ച് ഓഫറിൽ 1000 രൂപ വരെ വിലക്കിഴിവ്. There's a diamond for every woman. Jos Alucas. ജോസ് ആലുക്കാസ് സമ്മാന മഴയിലേക്ക് വീണ്ടും സ്വാഗതം. ടീം ത്രിമധുരം അഗൈൻ ഏത് നമ്പറാണ് വേണ്ടത്? 4. അതെന്ത് ഐക്കണാണ് കർണിക? ഗിഫ്റ്റ് ഐക്കൺ. ഗിഫ്റ്റ് ഐക്കൺ കിട്ടുമ്പോൾ 5000 റുപ്പീസ് ഗിഫ്റ്റ് വൗച്ചർ കിട്ടും. ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം. ഏതാണ് നമ്പർ? 14. കാരണം ക്വിസ് ഐക്കൺ കിട്ടുമ്പോ എല്ലാവരും ഇവിടെ തുള്ളി ചാടുക ചെയ്യുക. എന്താന്ന് വെച്ചാൽ കറക്റ്റ് ആയാൽ 10ൽ 10 സ്റ്റാർസും കിട്ടും. അതുകൊണ്ടാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ക്വിസ് കിട്ടിക്കഴിഞ്ഞാൽ. റെഡിയാണല്ലോ ക്വിസിന്? ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ പ്ലീസ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ. ഓപ്ഷൻ എ വേമ്പനാട്ട് കായൽ, ഓപ്ഷൻ ബി അഷ്ടമുടി കായൽ, ഓപ്ഷൻ സി പുന്നമടക്കായൽ, ഓപ്ഷൻ ഡി പെരിയാർ. തീരുമാനമായോ? നമ്മൾ കൗണ്ട് ഡൗൺ തുടങ്ങും. കൗണ്ട് ഡൗൺ തുടങ്ങാം. ഓക്കെ, 10. ശരി ശരി പറയാം. ഓപ്ഷൻ ഉറപ്പാണല്ലോ? ഉറപ്പല്ലാന്ന്. ഓപ്ഷൻ എ പക്ഷെ ഉറപ്പല്ല. എങ്കിൽ ഉറപ്പിച്ചോളൂ, അത് തന്നെയാണ് ആൻസർ. എന്റെ ഈശ്വര, കർണിക്കേ മുഖം ഇങ്ങോട്ട് ചുകന്നു. ഉടുപ്പിന്റെ അതേ കളറായി. ടെൻഷൻ അടിച്ചു അല്ലേ? പിന്നെ എങ്ങനെ പെട്ടെന്ന് എന്ത് പറ്റി? ഓപ്ഷൻ ബിന്ന് പെട്ടെന്ന് എയിലേക്ക് ചാടാൻ പെട്ടെന്ന് തോന്നി. ഒരു ഉൾവിളി തോന്നി. ഓക്കെ, വേമ്പനാട് കായൽ എന്ന് പറയണം അല്ലേ? ശരി, ആ ഉൾവിളി വളരെ വളരെ കറക്റ്റ് ആയിരുന്നു. ഓക്കെ, നമുക്കിനി അടുത്ത ചോയ്സിലേക്ക് പോകണ്ടേ? പക്ഷെ അതിനു മുമ്പായിട്ട് can we have the Jos Alucas Sammanamazha board please? ത്രിമധുരം. ഏത് നമ്പർ? നമ്പർ 1. Again gift icon ആണ്. 2 പ്രാവശ്യം കിട്ടുന്നതുകൊണ്ട് 10,000 rupees worth gift voucher. കാവ്യന്റെ മുഖത്ത് ഇപ്പോഴും ആ ടെൻഷൻ മാറിയിട്ടില്ലല്ലോ. അപ്പൊ കിട്ടിയല്ലോ. വിഷമിക്കണ്ട. ഇനി നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോവാം.
നമ്പർ 12. 12. ഇത് ആക്ടിംഗ് ഐക്കൺ ആണ്. ആരാണ് അഭിനയിക്കാൻ പോകുന്നത്? തീർത്ഥ. ഓ മൈ ഗോഡ്. തീർത്ഥ എന്താണ് അഭിനയിക്കാൻ പോകുന്നത്? തെരുവിലുള്ള ഒരു കുട്ടിയുടെ ഇതാണ്. അത് തെരുവിലുള്ള കുട്ടി കളിവീണ വായിക്കുന്നത്. ഓ, തെരുവിലെ കുട്ടി കളിവീണ വായിക്കുന്നതാണ്. ഓക്കെ, ബെസ്റ്റ് വിഷസ് തീർത്ഥ. താങ്ക് യു. അതിരുകളില്ലാത്തോർ ഞങ്ങൾ, അതിരുകളില്ലാത്തോർ അലയും നന്നങ്ങാടികൾ ഞങ്ങൾ, അമ്പരമില്ലാത്തോർ. ചേട്ടന്മാരെ, ചേച്ചിമാരെ, വല്ലതും തരണേ. ക്ഷയരോഗിയായിരുന്നു എൻ്റെ അച്ഛൻ. ചോര തുപ്പി തെരുവ് കിടന്നാ മരിച്ചേ. അച്ഛനാ എന്നെ കളിവീണ വായിക്കാൻ പഠിപ്പിച്ചേ. എനിക്ക് അമ്മയുണ്ട്, പക്ഷെ തളർവാദം പിടിപെട്ട് തീരെ കിടപ്പില്ല. അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം, ഞങ്ങൾക്ക് ഒരു നേരം എന്തെങ്കിലും കഴിക്കണം. അതിരുകളില്ലാത്തോർ ഞങ്ങൾ, അതിരുകളില്ലാത്തോർ അലയുന്ന നങ്ങാടികളങ്ങൾ. ആരാണ്? തീർത്ഥയാണോ? അതോ കളിവീണ കളിച്ചുകൊണ്ട് നടന്ന കുട്ടിയോ? തീർത്ഥയാണോ? അപ്പൊ നേരത്തെ വന്നതാരാ? അത് ഞാൻ തന്നെ. ആണോ? ഷടാ, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ. നമുക്ക് മിസ്റ്റർ ബോയ്സിനോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു അഭിനയിച്ചത് എന്നൊക്കെയുള്ളത് ചോദിക്കാം. മിസ്റ്റർ ബോയ്സ്. തീർത്ഥ, നന്നായിരുന്നു മോളെ. പക്ഷേ റിഹേഴ്സലിന്റെ കുറച്ച് അഭാവം ഉണ്ടായിരുന്നല്ലേ? കാരണം യൂസ് ചെയ്ത പ്രോപ്പർട്ടിയിൽ കറക്റ്റ് ആ ബാക്ക് സ്കോറിംഗ് ഒക്കെ വന്നപ്പോൾ മോൾ ആ ടൈമിങ്ങിൽ ആ ബോ കൊണ്ട് വെച്ചിട്ടില്ല. ആദ്യത്തെ തവണ താമസിച്ചു ബോ കൊണ്ട് വയ്ക്കാൻ, രണ്ടാമത്തെ തവണ കുറച്ച് അഡ്വാൻസ് ആയിട്ട് കൊണ്ടുവച്ചു. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിലെ കൂടുതലായിട്ട് ബാധിക്കും. സോ അടുത്ത പെർഫോമൻസിൽ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ നൽകുന്നു 6 stars. ഇച്ചിരി വിഷമായി പോയല്ലോ കുട്ടിക്ക്. ആയോ? സാരല്ല കേട്ടോ. അടുത്ത പെർഫോമൻസിൽ നമുക്ക് ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് നമുക്ക് മിസ്റ്റർ ബോയ്സിനെ ഇംപ്രസ് ചെയ്ത് കൂടുതൽ സ്റ്റാറുകൾ നേടാം. റൈറ്റ്? അപ്പൊ ചിരിച്ചേ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ചാണക്യ, മിഷേൽ, എന്തു പറ്റി? ആലോചിക്കുന്നു. എന്താണ് ആലോചിക്കുന്നേ? ഏത് നമ്പർ സെറ്റ് ചെയ്യാൻ നോക്കാം. ഏത് നമ്പർ സെറ്റ് ചെയ്യണം എന്നുള്ളതാണോ? തീരുമാനമായോ? എങ്കിൽ ഏത് നമ്പർ സെറ്റ് ചെയ്യണം? നമ്പർ 10. നമ്പർ 10. അപ്പൊ സെറ്റ് ചെയ്ത നമ്പർ കറക്റ്റ് ആയി അല്ലേ? ഗോൾഡ് ഐക്കൺ ആണ്. നിങ്ങൾക്ക് കിട്ടുന്നു 3 gram ഗോൾഡ്. പോരാ പോരാ, പെർഫോമൻസ് വരട്ടെ. അടുത്ത നമ്പറിലേക്ക് പോവാം. 18. സോ ഇത് ആക്ടിംഗ് ഐക്കൺ ആണ്. ആരാണ് അഭിനയിക്കാൻ പോകുന്നത്? പാർവതി. പാർവതി. പിന്നെയും പാർവതി തന്നെ.
ഓക്കെ, പാർവതി ഫുൾ ഇവിടുത്തെ ആക്ടിംഗ് കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ്. ടീം ചാണക്യയുടെ ഏതാണ് അഭിനയിക്കാൻ പോകുന്നത്? ഞാന് ഒരു കുട്ടി സ്കൂളിൽ നിന്ന് വരികയാണ്. അപ്പോ ഈ അച്ഛൻ ഒരു രക്തസാക്ഷിയാണ്. അപ്പൊ അച്ഛൻ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ ഒരു അവസ്ഥ. ആ കുട്ടിക്ക് അറിയില്ല അച്ഛൻ മരിച്ചതാണ്. അപ്പൊ അതിന്റെ അവസ്ഥ. ഓ, ഭയങ്കര സീരിയസ് ആണല്ലോ പാർവതി. പാർവതി ഇത്ര കൊച്ചുകുട്ടിയും എടുക്കുന്ന ടോപ്പിക് ഒക്കെ ഭയങ്കര സീരിയസും ആണല്ലോ. ഇത് എന്റെ ആക്ടിംഗ് മാഷ് ഗഫൂർ മാഷാണ് എനിക്കിത് പഠിപ്പിച്ചത്. എനിക്ക് ഭയങ്കര താങ്ക്സ് ഉണ്ട് സാറിനോട്. താങ്ക് യു. ടീം ചാണക്യയ്ക്കും ലഭിച്ചിരിക്കുന്നു ആക്ടിംഗ് ഐക്കൺ. അവരുടെ പെർഫോമൻസ് വളരെ ഇൻട്രസ്റ്റിംഗ് ആണെന്നാണ് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. പാർവതി വരുന്നു, ആക്ട് ചെയ്യും. അയ്യോ, ഇവിടെ എന്താ ആകെ ആൾക്കാര്? അയ്യോ, അച്ഛന്റെ കയ്യില് പാവേനൊന്നും കാണുന്നില്ലല്ലോ. അച്ഛന്റെ മുഖത്ത് ആകെ മുറിവ്. അച്ഛാ, അച്ഛാ, എന്താ എന്താ അച്ഛൻ എണീക്കാത്തെ? അമ്മ അമ്മ എന്തിനാ കരയുന്നേ? അമ്മ കരഞ്ഞ മോൾക്ക് സങ്കടം വരില്ലേ? അമ്മ അമ്മ കരഞ്ഞ മോൾക്ക് സങ്കടം വരില്ലേ? അമ്മ കരയണ്ടട്ടാ. അമ്മ അവരെന്താ അവര് അച്ഛൻ എന്തിനാ കരയുന്നേ? അയ്യോ, അച്ഛനോട് കരയണ്ടെന്ന് പറയൂ അമ്മ. പറയോ അമ്മ? അമ്മ എന്തിനാ അച്ഛനെ അറിയിക്കേ? അറിയില്ലല്ലേ മാമ? അതെ, എന്റെ അച്ഛൻ ഇനി എപ്പോഴാ എണീക്കുക? എണീക്കില്ലേ? ഇല്ല, മാമനോട് നുണ പറയല്ലേ. മോള് വിളിച്ച അച്ഛൻ എണീക്കും. കണ്ടോ? അച്ഛാ, മോള് വിളിച്ച എണീക്കില്ലേ അല്ലേ? വേണ്ട, എന്നോട് മിണ്ടണ്ട. നിങ്ങളാണ് എന്റെ അച്ഛൻ അറിയിക്കേ? നിങ്ങളല്ലേ? അല്ലേ? അപ്പൊ നിങ്ങളല്ലേ? നിങ്ങളല്ലേ? എനിക്കറിയാ. നിങ്ങളല്ലേ? നിങ്ങളല്ലേ? അല്ല, എനിക്കറിയാ നിങ്ങളാണ്. അല്ലേ? എന്നോട് ഒന്നും പറയില്ലല്ലേ? ഇനി നിങ്ങൾ കളിക്കാൻ വരുമ്പോ ഞാൻ നിങ്ങളെ കൂട്ടില്ല, മിണ്ടില്ല ഞാന്. പ്രിയമുള്ളവരെ, ഈ കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്നതിനെ നിങ്ങളിൽ ആരാണ് ഉത്തരവാദി? നന്ദി. സ്കൂൾ കുട്ടിയെ അഭിനയിക്കാൻ വലിയ ഇഷ്ടമാണ് അല്ലേ പാർവതിക്ക്? വളരെ ഒരു വികൃതിയായ ഒരു സ്കൂൾ കുട്ടിയുടെ പെർഫോമൻസ് ആയിരുന്നു ആദ്യം. പിന്നെ അതിനുശേഷം വളരെ സീരിയസ് ആയിട്ടൊരു സ്കൂൾ കുട്ടിയായി മാറി. അങ്ങനെ വളരെ വേരിയേഷൻ കൊണ്ടുവരാൻ പറ്റിയതിൽ എനിക്ക് തോന്നുന്നു പാർവതി വളരെ അഭിമാനിക്കാം കേട്ടോ. വളരെ നന്നായിരുന്നു. രണ്ടാമത്തെ പെർഫോമൻസും വളരെ ഹൃദയസ്പർശിയായിരുന്നു. മിസ്റ്റർ വോയ്സിനോട് ചോദിക്കാം. മിസ്റ്റർ വോയ്സ്. പാർവതി, മോൾ എത്രയിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോ 7. നല്ല കാലഘട്ടമാണ്. കാരണം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെയും ഏറ്റവും സുന്ദരമായ കാലഘട്ടം എന്ന് പറയുന്നത് കലാലയ ജീവിതമാണ്. ആ കലാലയ ജീവിതത്തിൻ്റെ കൊച്ചു നൊമ്പരങ്ങളും കൊച്ചു തമാശകളുമെല്ലാം മോള് വളരെ മനോഹരമായി തന്നെ വേദിയിൽ അവതരിപ്പിച്ചു. ആദ്യത്തെ പെർഫോമൻസ് പോലെ തന്നെ ഇതും വളരെ നല്ലതായിരുന്നു. ഇനിയും കൂടുതൽ വെറൈറ്റികൾ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മോൾക്ക് നൽകുന്നു 7 stars. ഇനി ടീം ത്രിമധുരം, നിങ്ങളുടെ ചോയ്സ് ആണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങളും ഒന്ന് ആലോചിച്ചോളൂ ഏത് നമ്പറൊക്കെ വേണം സെറ്റ് ചെയ്യണം ഇവരെ പോലെ. അതിന് മുമ്പായിട്ട് നമുക്കൊരു ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക് എടുക്കാം. വിൽ ഗോ ഫോർ എ ഷോർട്ട് കമേഴ്ഷ്യൽ ബ്രേക്ക്. ഭദ്രവതകം കയ്യിലേന്തും തമ്പൂരട്ടി നല്ലച്ഛന്റെ തിരുമുമ്പിൽ ചെന്നു കളി തുടങ്ങി. അങ്ങനെ ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു. ഏതോ വാർമുകിലിൻ കിനാവിലെ മുത്തായി നീ വന്നു.
ആലുക്കാസ് സമ്മാനമഴ. ഉഷ ആൻഡ് സ്നിത ഫ്രം തൃശ്ശൂർ. ബെല്ലടിക്കുന്നു, ഡോറ് തുറക്കുമ്പോൾ ഭർത്താവിനെ കാണുന്നു. ആ സ്നിത, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു. വായിച്ചോർമ്മയുണ്ട്, പക്ഷേ ഇന്ത്യയെ കുറിച്ച് പഠിച്ചു, ഭൂമിയെ കുറിച്ച് പഠിച്ചു, പക്ഷേ വിവൽ കയ്യിൽ ഒരു കോടി. Are you ready? പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ഇന്നും നാളെയും രാത്രി 9 മണിക്ക് സൂര്യ ടിവിയിൽ. വിവൽ കയ്യിൽ ഒരു കോടി. ആർ യു റെഡി? നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിവൽ സീ ദ വേൾഡ് കോൺടെസ്റ്റ്. പങ്കെടുക്കുന്നവർക്ക് സമ്മാനങ്ങൾ ഉറപ്പ്. പവർഡ് ബൈ ജോസ്കോ ജുവലേഴ്സ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജുവലറി ഗ്രൂപ്പായ ജോസ്കോയുടെ പുതിയ ഷോറൂം തൊടുപുഴയിലും തിരുവല്ലയിലും. പ്രൈസ് മണി സ്പോൺസർഡ് ബൈ ധാത്രി ഹെയർ കെയർ ഓയിൽ. മുടി കൊഴിച്ചിൽ മാറ്റി മുടി സമൃദ്ധമായി വളരാൻ മലയാളികൾ ശീലമാക്കിയ നന്മ. കോ സ്പോൺസർഡ് ബൈ ഫ്രാൻസിസ് ആലുക്കാസ്. നേടൂ യഥാർത്ഥ വജ്രം എന്ന സൗഭാഗ്യം. റിക്സോ ഷർട്ട്സ് വെസ്റ്റ് ആൻഡ് ബ്രീഫ് ഫ്രം ദ ഹൗസ് ഓഫ് MCR. രാംരാജ് കോട്ടൺ. ആദരണീയർക്ക് രാംരാജ് കോട്ടൺ മുണ്ടുകൾ, ഷർട്ടുകൾ, ബനിയനുകൾ. വിടാതെ പിടിച്ചോളൂ. കേരള മാട്രിമണി. നല്ല വരനെ കിട്ടും. India's #1 low-fare airline is now in your city. SpiceJet connects Calicut to Bengaluru, Chennai, Hyderabad and Trivandrum at great fares. For more information, log on to spicejet.com. There's a diamond for every woman. Jos Alucas. വെൽക്കം ബാക്ക് ടു ജോസ് ആലുക്കാസ് സമ്മാനമഴ. ടീം ത്രിമധുരം റെഡി ആയോ? ഏത് നമ്പർ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനമായോ? 26. അതെന്താണ്? ക്യാഷ് ഐക്കൺ. ആദ്യത്തെ തവണയല്ലേ ക്യാഷ് കിട്ടുന്നത്? ഗിഫ്റ്റ് ഒക്കെ കിട്ടി. ആദ്യത്തെ തവണ ക്യാഷ് കിട്ടുന്നതുകൊണ്ട് 5000 rupees ക്യാഷ് കിട്ടുന്നു. എന്തൊക്കെയാണല്ലേ? ക്യാഷ് കിട്ടി, ഗിഫ്റ്റ് കിട്ടി, ഇനി ഗോൾഡ് കിട്ടാനിരിക്കുന്നു. അടുത്ത നമ്പറിലേക്ക് പോവാം. 16. ത്രിമധുരം, നിങ്ങൾക്ക് ജോക്ക് ഐക്കണാണ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ചാണക്യ, മിഷേൽ, താടി ഇങ്ങനെ വലിച്ചോണ്ടിരുന്നോളൂ. നിങ്ങളുടെ ഒരു ജോക്ക കാർഡ് ഉണ്ട്, പക്ഷെ നിങ്ങൾ അത് ഉപയോഗിച്ചിട്ടില്ല. ചിലപ്പോ അവരായിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത്. ഓ, രണ്ടുപേരും സേഫ് ആക്കി വെച്ചിരിക്കുക. അങ്ങനെ വെച്ച് 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 അത് ഉപയോഗശൂന്യമാകരുതേ. ഉപയോഗിക്കും. ആ, നിങ്ങളും ഉപയോഗിക്കും അല്ലേ? ശരി, അടുത്ത നമ്പറിലേക്ക് പോകാം. 30. മൂന്നാമത്തെ തവണയാണ് ഗിഫ്റ്റ് ഐക്കൺ. 3 തവണ ഗിഫ്റ്റ് ഐക്കൺ കിട്ടുമ്പോ എന്ത് കിട്ടും? 15,000. ഓഡിയൻസ്, 15,000. റൈറ്റ്, 15,000 rupees വർത്ത് ആയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചർ. ദാറ്റ് ഇസ് നൈസ്. യാ. ഹലോ ചാണക്യ, അവര് ഇതേ ഗിഫ്റ്റ് കൊണ്ടുപോകുന്നു, ക്യാഷ് കൊണ്ടുപോകുന്നു. അവർക്കും നിങ്ങളെ പോലെ ജോക്കർ കാർഡ് കിട്ടി. എന്താണ്, ടെൻഷൻ ഉണ്ടോ? കാരണം ഈ കോമ്പറ്റീഷൻ അപ്പം അതനുസരിച്ച് ടഫ് ആവുകയാണ്. നിങ്ങളെ പോലെ തന്നെ അവർക്കും ഗിഫ്റ്റും കിട്ടുന്നുണ്ട്, പെർഫോമൻസും എല്ലാം കിട്ടുന്നുണ്ട്. പോരാത്തതിന് തുറുപ്പ് ചീട്ടും കിട്ടി. മിഷേൽ, പ്ലാനിങ് ചെയ്യണം അല്ലേ? ചെയ്തേണ്ടിയിരിക്കുന്നു. ചെയ്യുന്നുണ്ടല്ലോ? ഓഫ് കോഴ്സ്. ഓക്കെ, അവര് പറയുന്നു അവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കെതിരെ പണി തരാൻ എന്നുള്ളത്. നിങ്ങൾക്കെതിരെ പണി തരാൻ അവരും തയ്യാറാണെന്നാണ്. എടുത്തോളാം. ശരി, അടുത്ത നമ്പർ 8. So again, yes. Quiz icon. Ready? Yes.
ഇപ്പൊ നേരത്തേക്കാൾ ഉഷാറായല്ലോ. നേരത്തെ ക്വിസ് ഐക്കൺ എന്ന് പറഞ്ഞപ്പോ അത്ര ഒരു ഉഷാറ് കണ്ടില്ല. ഇപ്പൊ കൂടി കോൺഫിഡൻസ് കൂടിയല്ലേ? ക്വസ്റ്റ്യനിലോട്ട് പോവാം. പരിസ്ഥിതി ദിനം. ഓപ്ഷൻ എ ജൂലൈ 5, ഓപ്ഷൻ ബി ജൂൺ 5, ഓപ്ഷൻ സി ജൂലൈ 6, ഓപ്ഷൻ ഡി മെയ് 4. ഹലോ ഹലോ ഹലോ. ഓപ്ഷൻ ബി ജൂൺ 5. ഉറപ്പാണ്? ഉറപ്പാണല്ലോ? ഉറപ്പാണ് ആണ്. ഇതാണ് ഏറ്റവും തമാശ. ഒപ്പോണൻസ് പറഞ്ഞു ഉറപ്പാണ് എന്നുള്ളത്. നിങ്ങൾ പറഞ്ഞ പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ല, ഉറപ്പാണ്. സോ ഇനി അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒന്നുമില്ല. യൂഷ്വലി രണ്ട് ടീമുകൾ എന്ന് പറയുമ്പോൾ ശത്രുക്കളെ പോലെ ആയിരിക്കും അല്ലേ? ഇത് ഭയങ്കര നല്ല മിത്രങ്ങളാണല്ലോ. ഫ്രണ്ട്സ് ആണോ? ഇറ്റ് ഈസ് ലൈക്ക് പൊന്നിൽ തീർത്ത ബന്ധം. ദ ജോസ് ആലുക്കാസ് പൊന്നിൽ തീർത്ത ബന്ധം. ഓക്കെ, ദാറ്റ് ഈസ് ഗുഡ്. എങ്കിലും നമുക്ക് പെർഫോമൻസ് വേണം. നമുക്ക് അടുത്ത നമ്പറിലേക്ക് പോണം. പക്ഷേ അതിനു മുമ്പ് സ്ക്രീനിൽ ബോർഡ് വരണം. ത്രിമുദ്രം ഏത് നമ്പറാണ് ഇനി അടുത്ത നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? 2. ഗോൾഡ് ഐക്കൺ ആണ്. ആദ്യമായിട്ട് ഗോൾഡും കിട്ടി അല്ലേ? അങ്ങനെ തികഞ്ഞു. നേരത്തെ നമ്മൾ പറയായിരുന്നു ഗിഫ്റ്റ് ഐക്കൺ കിട്ടി, ക്യാഷ് കിട്ടി, എപ്പോഴാണ് ഗോൾഡ്. അപ്പൊ കാവ്യ പറഞ്ഞു എന്തായാലും വരുന്നു. പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ്. സോ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു 3 gram ഗോൾഡ്. ഇനി എന്താണ് വേണ്ടത്? അടുത്ത നമ്പർ 28. ടീം ത്രിമധുരത്തിന് രണ്ടാമത്തെ തവണയാണ് ക്യാഷ് ഐക്കൺ ലഭിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു 10,000 rupees. ഓക്കെ, ഗുഡ്. നിങ്ങൾക്ക് ഗിഫ്റ്റ് തന്നെ ഗിഫ്റ്റ് ആണല്ലോ. ഗിഫ്റ്റുകളുടെ പെരുമഴയാണല്ലോ. നമുക്ക് നമ്പറിലേക്ക് പോവാം. 22. രണ്ടാമത്തെ തവണ ഗോൾഡ് ഐക്കൺ. സോ നിങ്ങൾക്ക് കിട്ടുന്നു 5 gram ഗോൾഡ്. മൈ ഗോഡ്, ഇത് ശരിയല്ലല്ലോ. മിഷേൽ, പ്ലാനിങ് ഒക്കെ തെറ്റുന്നുണ്ടല്ലോ. എന്ത് ചെയ്യും? കൂടോത്രം ചെയ്യേണ്ടി വരുമോന്ന് എന്തെങ്കിലും അവരോട് പറയാനുണ്ടോ? ഒന്നും പറയാനില്ല. അവര് പറയുന്നു പെർഫോമൻസിലൂടെ കാണിച്ചു തരാം. നിങ്ങൾ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോകും. ആദ്യം പെർഫോമൻസ് കിട്ടട്ടെ. ഏത് നമ്പറാണ്? ഏതാണ്? 23. ട്രിക്ക് ബോക്സ്. ട്രിക്ക് ബോക്സിൽ പ്രത്യേക കഴിവുകളാണ് കാഴ്ചവെക്കേണ്ടത്. ട്രിക്ക് ബോക്സ് ഐക്കൺ ആണ്. ട്രിക്ക് ബോക്സ് വരുന്ന സമയത്ത് എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് ചെറിയൊരു കാര്യമായിരിക്കാം, പക്ഷെ അത് വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരിക്കാം. സോ ത്രിമധുരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ട്രിക്ക് ബോക്സ് ഐക്കൺ ആണ്. ഇതില് ആരാണ് ട്രിക്ക് ചെയ്യാൻ പോകുന്നത്? ഓ, കാവ്യയില്ല, തീർത്ഥയും കർണികയും. എന്താണ് ട്രിക്ക്? നിങ്ങളുടെ പെർഫോമൻസ് സംതിങ് ഡിഫറെന്റ് ആവട്ടെ. ഓക്കെ, ബെസ്റ്റ് വിഷസ്. ഏതിന്? മൈ ഗോഡ്, അവർ അവസാനം വരെ എടുത്തു വെച്ചു കേട്ടോ. ട്രിക്ക് ബോക്സ്. അവർ അവരുടെ ജോക്കർ കാർഡ് നിങ്ങളുടെ ട്രിക്ക് ബോക്സിനെതിരെ ചാലഞ്ച് ചെയ്യുകയാണ്. ഓക്കെ, എന്താണ് മിഷേലെ ചെയ്യാൻ പോകുന്നത്? 100 ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടോ? ഗ്രൂപ്പ് ഐറ്റമാണ്. ഗ്രൂപ്പ് ആയിട്ട് നിങ്ങൾ ഞങ്ങളെ വെള്ളം കുടിപ്പിക്കാൻ പോവാണ്.
ശരി, നമുക്ക് നോക്കാം ഇവരുടെ പെർഫോമൻസ് എങ്ങനെ പോകുന്നു. ട്രിക്ക് ബോക്സ്. ട്രിക്ക് ബോക്സിൽ പ്രത്യേക കഴിവുകളാണ് കാഴ്ചവെക്കേണ്ടത്. ടീം ത്രിമുദ്രത്തിന്റെ ട്രിക്ക് ബോക്സ് സെലക്ഷനോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ കൂടുതൽ വാശിയേറിയ പോരാട്ടങ്ങളുമായി ചാണക്യയും ത്രിമുദ്രവും പരസ്പരം ഏറ്റുമുട്ടുന്നു. ട്രിക്ക് ബോക്സിൽ ത്രിമുദ്രം എന്ത് പെർഫോമൻസ് ചെയ്യും? ഇവരിൽ ആർക്ക് സമ്മാനമട ലഭിക്കും? കാത്തിരിക്കുക. പക്ഷെ നിങ്ങൾക്കറിയോ, ഇപ്പൊ എന്റെ അച്ഛനും അമ്മയ്ക്കും എന്നെ വേണ്ട. If you're ready for the game, if you're ready to win, Samana Mara, let the games begin. Namaskar.